മോട്ടറോളയുടെ മോട്ടോ G35 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്കൊരു 5G ഫോൺ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G35 5G എന്ന ഫോണിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ആദ്യം നമ്മൾ പോസിറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം 5G ഫോൺ ആയിട്ട് കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പല 5G ഫോണിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ G34 5G എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു ഫോണിൽ HD റെസൊല്യൂഷനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ആണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് റിഫ്രഷ് റേറ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിന് വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള നല്ലൊരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കിട്ടുന്നുണ്ട്, പഞ്ചോൾ ഡിസൈനും കിട്ടുന്നുണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്തൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ 5G ഫോൺ ആണ് എന്ന് വിചാരിച്ചിട്ട് കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പ്രോസസറുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T760 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് യൂണി SoCയുടെ ഒരു 5G പ്രോസസ്സറാണ്. ഇപ്പം ആൻതുതു സ്കോർ 4.7 ലക്ഷം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 10,000 രൂപയ്ക്ക് താഴേക്ക് അത് അത്യാവശ്യം നല്ലൊരു ആൻതുതു സ്കോറാണ്. അപ്പം ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രോസസ്സറും വരുന്നുണ്ട്. പക്ഷേ യൂണി SoCയുടെ പ്രോസസ്സറാണ് എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 12ഓളം 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. മാക്സിമം എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 4GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് 128GB ഇന്റേണലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഫോണിന്റെ പിന്നിൽ ഡ്വൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കിട്ടുന്നില്ല, അതും ഒരു 5G ഫോണിൽ. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഇതിന്റെ ക്യാമറയിൽ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ റെസൊല്യൂഷൻ ഒന്നും കുറച്ചിട്ടില്ല. 16 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറ ആണ് നിങ്ങൾ മെയിൻ നോക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിൽ എത്തുക. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കേടില്ലാത്ത ഒരു ചാർജിംഗ് സ്പീഡൊക്കെ തന്നെയാണ് അത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജർ വരുന്നുണ്ട്. ഫോണിന്റെ ബോക്സിൽ 20 വാട്ടിന്റെ ചാർജറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ആണ് എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു ലെതർ ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസൈനും വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണിന്റെ ഗോവ റെഡ്, ലീഫ് ഗ്രീൻ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.79 ആണ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൽ Android 14 ബേസ് ആയിട്ടുള്ള MyUX സോഫ്റ്റ്വെയർ ആണ് വരുന്നത്.
ഇപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അധികം പ്ലോട്ട് വേസ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല. പിന്നെ 1 കൊല്ലത്തെ OS അപ്ഡേറ്റും 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒന്നുകിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ തരക്കേടില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വെർഷനാണ് വരുന്നത്. 4GB RAM 128GB ഇന്റേണൽ വെർഷൻ. അതിന്റെ വില വരുന്നത് 9,999 രൂപയാണ്. ഡിസംബർ 16 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. മെയിനായിട്ട് ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ യൂണി SoCയുടെ പ്രോസസ്സറാണ്, എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. പിന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് മോട്ടോ G35 5G എന്നുള്ള സ്മാർട്ട് ഫോൺ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.